നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ ഫസ്റ്റ് ഫേസിന്റെ എക്കണോമിക്സിന്റെ 3 ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ചോദ്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ലെവൽ എക്സാംസിന് വരാൻ പോകുന്ന സാധ്യതയുള്ള ബാക്കി റിലേറ്റഡ് ഫാക്ട്സുമാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, എന്താണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ഇത് സ്ഥിരമായിട്ട് എല്ലാ വർഷവും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. GDP, NNP, GNP പോലെയുള്ള ചോദ്യങ്ങൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാക്രോ എക്കണോമിക്സിൽ നിന്നാണ് വരുന്നത്. സോ നമുക്ക് അതിലേക്ക് തന്നെ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. ഒന്നാമത്തേത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം GDP, മൊത്ത ദേശീയ ഉൽപ്പന്നം GNP, ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം NNP, അറ്റ ഫാക്ടർ കോസ്റ്റ്, വ്യക്തിഗത വരുമാനം പേഴ്സണൽ ഇൻകം. അപ്പൊ നമുക്ക് അറിയാം ആൻസർ എന്താണ്? ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് പോയിന്റ്സ് നമുക്ക് ഇവിടെ നോക്കാം. അതിനു മുമ്പായിട്ട് ഈ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇതാ കിടക്കുന്നു, കണ്ടോ? അറ്റ ദേശീയ ഉൽപ്പന്നം ഘടക ചെലവ് അടിസ്ഥാനമാക്കി അതിനെ വിളിക്കുന്ന പേരാണ് ദേശീയ വരുമാനം. ചോദ്യം എന്തായിരുന്നു? ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത് എന്താണ്? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. ശ്രദ്ധിക്കട്ടെ, എന്താണ് ഈ ദേശീയ വരുമാനം അറ്റ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ഉൽപാദക ഘടകങ്ങൾ വേതനം, ലാഭം, പലിശ, പാട്ടം എന്നിവയുടെ രൂപത്തിൽ കൈപ്പറ്റുന്ന പ്രതിഫലത്തിന്റെ ആകെത്തുക. ഒരു രാജ്യത്തെ ഉൽപാദക ഘടകങ്ങൾ, ഒരു രാജ്യത്തിനകത്ത് ഉൽപാദക ഘടകങ്ങൾ മീൻസ് എന്താണ്? പ്രൊഡക്ഷൻ പ്രോസസ്സ്. അത് ഏതൊക്കെ രീതിയിൽ? അവർക്ക് സാലറി കൊടുക്കും, പ്രോഫിറ്റ് കൊടുക്കാറുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടാറുണ്ട്. പാട്ടം മീൻസ് നമ്മുടെ റെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം പല രീതിയിൽ പല ആൾക്കാരും കൈപ്പറ്റാറുണ്ട്. സാലറി ആയിട്ട് വാങ്ങിക്കുന്നവരുണ്ട്, ഉടമസ്ഥര് ലാഭം വാങ്ങിക്കും, പലിശ കൊടുക്കാറുണ്ട്, നമ്മള് വാടക കൊടുക്കാറുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആകെ തുകയെ നമ്മൾ എന്ത് വിളിക്കും? അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് വിളിക്കും. ഇത് ദേശീയ ഉൽപ്പന്നമാണ്, രാജ്യാതിർത്തിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അറ്റ ദേശീയ ഘടക വരുമാനത്തോടൊപ്പം അറ്റ വിദേശ ഘടക വരുമാനം കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അതായത് NI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻകം ഇസ് ഈക്വൽ ടു NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സസ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ് ഇസ് ഈക്വൽ ടു NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് NFIA ഈസ് ഈക്വൽ ടു NNB അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഈ ഇക്വേഷൻസ് കൃത്യമായിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇനി മോളോട്ടൊന്ന് പോകാം. ഇത് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയാം. ഇനി വരാൻ പോകുന്ന എക്സാമിന് ബാക്കി വേറെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ദേശീയ വരുമാനത്തിന്റെ മറ്റൊരു പേരെന്താണ്? NNB അറ്റ് ഫാക്ടർ കോസ്റ്റ്. NNB അറ്റ് താഴെ ഒരു FC നേടും. FC. ഇനി നോക്കിക്കേ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് GDP ആണ്. മാർക്കറ്റ് പ്രൈസിലുള്ള GDP, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കമ്പോള വിലയിൽ എന്താണെന്നാണ് പറയുന്നത്. കമ്പോള വിലയിലെ GDP. ഒരു രാജ്യത്തിന്റെ ഭൂപ്രദേശത്തിനകത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന ആകെ അന്തിമ ചരക്ക് സേവനങ്ങളുടെ കമ്പോളത്തിലുള്ള വിലയാണ് GDP. ആണല്ലോ? ഒരു രാജ്യത്തിന്റെ ഭൂപ്രദേശത്തിനകത്ത്, ഇന്ത്യക്കകത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ അന്തിമ ചരക്ക് സേവനം കൊണ്ട് എന്താണ്? ഫൈനൽ പ്രോഡക്റ്റ് ആണ്. ഫൈനൽ ഗുഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസുകളുടെ കമ്പോള വില വിദേശ കമ്പനിയുടെ ഉടമസ്ഥതയിലാണോ പ്രാദേശിക കമ്പനിയുടെ ഉടമസ്ഥതയിലാണോ എന്ന് പരിഗണിക്കാതെ സ്വദേശികളോ വിദേശികളോ നടത്തുന്ന ഉൽപ്പന്നത്തിന്റെ മൂല്യം കണക്കിലെടുക്കുന്നുണ്ട്. രാജ്യത്തിനകത്ത് മാത്രം വേണമെന്നില്ല, രാജ്യത്തിന് പുറത്തുള്ളവരോ അല്ലെങ്കിൽ പ്രാദേശിക കമ്പനിയുടെ ഉടമസ്ഥതയിലോ വിദേശ കമ്പനിയുടെ ഉടമസ്ഥതയിലാണോ എന്ന് പരിഗണിക്കുന്നുണ്ടോ? ഇല്ല. ആരുടെ ആണെങ്കിലും രാജ്യത്തിനകത്താണോ എന്തായിട്ട് എടുക്കും? GDP മാർക്കറ്റ് പ്രൈസിൽ എടുക്കും. എല്ലാത്തിന്റെയും മൂല്യം കമ്പോള വിലയിൽ കണക്കാക്കും. അതായത് GDP മാർക്കറ്റ് പ്രൈസിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു ഇക്വേഷൻ C+I+G+X-M എന്നുള്ളതാണ്. C+I+G+X-M ആണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇനി അടുത്തത് GDPയുടെ ഫാക്ടർ കോസ്റ്റ്. GDP ഘടക ചെലവിനെ അടിസ്ഥാനമാക്കി എങ്ങനെയായിരിക്കും? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും അറ്റ ഉൽപ്പന്ന നികുതി കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും, അതായത് ഈ GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും അറ്റ ഉൽപ്പന്ന നികുതി, എല്ലാത്തിനും എന്തുണ്ട്? ടാക്സ് ഉണ്ടല്ലോ, അത് കുറച്ചാൽ കിട്ടുന്നതാണ് ഫാക്ടർ കോസ്റ്റിലുള്ള GDP. ഇന്ന് നോക്കിയേ, GDP ഫാക്ടർ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? GDP മാർക്കറ്റ് പ്രൈസ് മൈനസ് NIT എന്ന് പറയും. ഇതാണ്
നെറ്റ് ആ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഒരു ടാക്സ് കുറയ്ക്കും, ആ ടാക്സ് അറ്റ ഉൽപ്പന്ന നികുതി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് GDP ഫാക്ടർ കോസ്റ്റിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഉപഭോക്താക്കൾ വിപണിയിൽ നൽകുന്ന വിലയാണ് കമ്പോള വില. ഞാൻ ഒരു സാധനം വാങ്ങിക്കാൻ കമ്പോളത്തിൽ പോയി ഞാൻ കൊടുക്കുന്നതാണ് കമ്പോള വില. ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞ ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആണല്ലോ. ഇതിൽ ഉൽപ്പന്ന നികുതിയും സബ്സിഡിയും ഉൾപ്പെടുന്നുണ്ട്. ഘടക ചെലവ് എന്നാൽ ഉൽപാദകർക്ക് ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന വിലയാണ്. ഉൽപാദകർക്ക് ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന വില. ഉൽപാദകരാരാ? പ്രൊഡ്യൂസേഴ്സ് കൊണ്ടുവന്ന് ഈ ഒരു ഉൽപ്പന്നം വെക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വില ഫാക്ടർ കോസ്റ്റും നമ്മൾ വാങ്ങിക്കുന്നത് മാർക്കറ്റ് പ്രൈസും. അതിനാൽ കമ്പോള വിലയിൽ നിന്നും അറ്റ പരോക്ഷ നികുതി കുറച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? ഘടക ചെലവ് ലഭിക്കും. ഒരു വർഷം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കകത്ത് ഉൽപാദന യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ പണപരമായിട്ടുള്ള മൂല്യമാണ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വാട്ട് ഈസ് GDP മാർക്കറ്റ് പ്രൈസ്, GDP ഫാക്ടർ കോസ്റ്റ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ വാങ്ങിക്കുന്ന വില. മറ്റത് ഫാക്ടർ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘടക ചെലവ്, അതായത് ഉൽപാദകർക്ക് ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന വില. അപ്പൊ അതിന്റെ ഇക്വേഷൻസ് പഠിക്കുക. GDP ഫാക്ടർ കോസ്റ്റ് ഇസിക്കൽ ടു GDP മാർക്കറ്റ് പ്രൈസ് മൈനസ് ഈ ഒരു നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ളത് NIT. ഓക്കെ ആണല്ലോ. അടുത്തത് NDP മാർക്കറ്റ് പ്രൈസ്. എന്താണ്? അറ്റ ആഭ്യന്തര ഉൽപ്പന്നം കമ്പോള വിലയിൽ എത്രയാണ്? നിലവിലത്തെ GDP നിലനിർത്താൻ രാജ്യം എത്രത്തോളം ചെലവഴിക്കണം എന്ന് കണക്കാക്കാൻ നയരൂപകർത്താക്കളെ സഹായിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? അറ്റ ആഭ്യന്തര ഉൽപ്പന്നം വെച്ചിട്ടാണ്. അതായത് തേയ്മാനത്തിലൂടെ ഉണ്ടായ മൂലധന നഷ്ടം നികത്താൻ രാജ്യം പര്യാപ്തമായില്ലെങ്കിൽ GDP കുറയും. അതായത് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം കണ്ടുപിടിക്കുന്നത്, മാർക്കറ്റ് പ്രൈസിൽ കണ്ടുപിടിക്കുന്നത് GDP മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഡിപ്രിസിയേഷൻ കുറയും. ഓക്കെ, എന്താണ് ഡിപ്രിസിയേഷൻ? ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം ഇപ്പൊ നമ്മൾ 15,000 രൂപയ്ക്ക് വാങ്ങിച്ചു, ഒരു വർഷം കഴിയുമ്പോൾ അതിന് 15,000 രൂപ കിട്ടുമോ? ഡിപ്രിസിയേഷൻ വാല്യൂ കുറയും. സോ ഒരു 12,000 രൂപ, 3,000 രൂപ കുറഞ്ഞു. അതാണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം. ഒരു വർഷത്തിന് ശേഷം അതിന് മൂലധന നഷ്ടം വരാറുണ്ട് അല്ലെ, തേയ്മാനത്തിലൂടെ. ഇതാണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം. അതായത് NDP മാർക്കറ്റ് പ്രൈസ് ഇസിക്കൽ ടു GDP മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നത്. ഇനി അത് ഫാക്ടർ കോസ്റ്റിലേക്ക് വരുന്നു. NDP ഫാക്ടർ കോസ്റ്റ്, അറ്റ ആഭ്യന്തര ഉൽപ്പന്നം ഫാക്ടർ കോസ്റ്റിൽ എങ്ങനെയാണ്? ഉൽപാദക ഘടകങ്ങൾ, വേതനം, ലാഭം, പാട്ടം, പലിശ എന്നിങ്ങനെ ആഭ്യന്തര സമ്പദ്ഘടനയ്ക്കകത്ത് പ്രതിഫലമായി വാങ്ങുന്നതിന്റെ ആകത്തുക. ഇപ്പൊ കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞു സാലറി, ലാഭം, പാട്ടം, പലിശ, ഇങ്ങനെയെല്ലാം രാജ്യത്തിനകത്ത് പ്രതിഫലമായിട്ട് പലരും വാങ്ങാറുണ്ട്. ഇതിനെല്ലാം കൂടെ കൂട്ടുന്നു. NDP ഫാക്ടർ കോസ്റ്റ് is equal to NDP മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സസ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ്. ഇതിനെല്ലാം ടാക്സ് കൊടുക്കണം. ഒരാൾ സാലറി വാങ്ങിക്കുന്നതിന് ടാക്സ് ഇല്ലേ, ലാഭത്തിന്റെ ടാക്സ് ഇല്ലേ, എല്ലാം ഈ പലിശയ്ക്ക് ടാക്സ് ഇല്ലേ, ഇതെല്ലാം കുറയ്ക്കും. ഓക്കെ, അടുത്തത് ദേശീയ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്, മൊത്ത ദേശീയ ഉൽപ്പന്നം GNP മാർക്കറ്റ് പ്രൈസിൽ കമ്പോള വിലയിൽ. ഒരു രാജ്യത്തെ സ്വാഭാവിക താമസക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ ചരക്ക് സേവനങ്ങളുടെ കമ്പോള വിലയുടെ മൂല്യം. ഒരു രാജ്യത്തെ സ്വാഭാവികമായിട്ടുള്ള താമസക്കാർ GNP, രാജ്യത്തെ പൗരന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാമ്പത്തിക ഉൽപ്പന്നമാണ് ഇത്. രാജ്യത്തെ പൗരന്മാര് എടുത്തു നോക്കുക, രാജ്യത്തെ പൗരന്മാര് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാമ്പത്തിക ഉൽപാദനം. ഓക്കെ, പൗരന്മാര് ആഭ്യന്തര സമ്പദ്ഘടനയിലോ വിദേശത്തോ എന്നത് ഇവിടെ വിഷയമല്ല, പൗരന്മാരായിരിക്കണമെന്നേ ഉള്ളൂ. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? GNP മാർക്കറ്റ് പ്രൈസ് ഇസിക്കൽ ടു GDP മാർക്കറ്റ് പ്രൈസ് പ്ലസ് NFIA. ഓക്കെ, അടുത്തത് അതായത് പുറത്തുള്ളതും കൂടെ കൂട്ടുന്നതാണേ, പുറത്തുള്ളവരുടെയും കൂടെ കൂട്ടും, പുറത്തുള്ള പൗരന്മാരുടെയും കൂടെ കൂട്ടുന്നതാണ്. അടുത്ത മൊത്തം ദേശീയ ഉൽപ്പന്നം GNP ഫാക്ടർ കോസ്റ്റ്. ഒരു വർഷം ഒരു രാജ്യത്തെ ഉൽപാദക ഘടകങ്ങൾക്ക് ലഭിക്കുന്ന ഉൽപ്പന്നത്തിന്റെ മൂല്യം. ഒരു വർഷം ഒരു രാജ്യത്തെ ഉൽപാദക ഘടകങ്ങൾക്ക് ലഭിക്കുന്ന ഉൽപ്പന്നത്തിന്റെ മൂല്യം. GNP ഫാക്ടർ കോസ്റ്റ് ഇസിക്കൽ ടു GNP മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ്. ഇക്വേഷൻസ് പഠിക്കാം. അടുത്ത അറ്റ ദേശീയ ഉൽപ്പന്നം NNP മാർക്കറ്റ് പ്രൈസ്. ഇവിടെ നമ്മളോട് ചോദിച്ച NNP ഫാക്ടർ കോസ്റ്റ് ആണ്. ഇതെന്താ? NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്, അറ്റ ദേശീയ ഉൽപ്പന്നം കമ്പോള വിലയിൽ. ഒരു രാജ്യത്തിന് ഒരു നിശ്ചിത കാലയളവിൽ എത്രത്തോളം ചെലവഴിക്കാൻ കഴിയും എന്നതിന്റെ അളവുകോലാണ് അറ്റ ദേശീയ ഉൽപ്പന്നം കമ്പോള വിലയിൽ എന്ന് പറയുന്നത്. എവിടെയാണ് ഉൽപാദനം നടക്കുന്നതെന്ന് NNP മാർക്കറ്റ് പ്രൈസിന്റെ പരിഗണനയിൽ വരുന്നില്ല. ഉൽപാദനം സ്വദേശത്തോ വിദേശത്തോ ആവാം. NNP മാർക്കറ്റ് പ്രൈസ് ഇസിക്കൽ ടു GNP മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രിസിയേഷൻ. NNP മാർക്കറ്റ് പ്രൈസിന് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്, NDP മാർക്കറ്റ് പ്രൈസ് പ്ലസ് NFIA. അത് എവിടെയാണ് നടക്കുന്നതെന്നില്ല, ഉൽപാദനം സ്വദേശത്തോ വിദേശത്തോ ആവാം, പക്ഷെ നമ്മുടെ രാജ്യത്തേക്കാക്കണം ഈ ഉൽപാദനത്തിന്റെ വരവ് വരുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞതാണ് NNP ആക്ട് ഫാക്ടർ കോസ്റ്റ്, അറ്റ ദേശീയ ഉൽപ്പന്നം. അതിനെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് വിളിക്കുന്നത്. ഒരു രാജ്യത്തെ ഉൽപാദക ഘടകങ്ങൾ,
വേതനം, ലാഭം, പലിശ, പാട്ടം എന്നിവയുടെ രൂപത്തിൽ കൈപ്പറ്റുന്ന പ്രതിഫലത്തിന്റെ ആകെത്തുകയാണിത്. ഇത് ദേശീയ ഉൽപ്പന്നമാണ്. രാജ്യ അതിർത്തിയിൽ ഒതുങ്ങി നിൽക്കത്തില്ല. അറ്റ ദേശീയ ഘടക വരുമാനത്തോടൊപ്പം അറ്റ വിദേശ ഘടക വരുമാനം കൂട്ടുമ്പോഴാണിത് കിട്ടുന്നത്. NI-യുടെ ഇക്വേഷൻ NNP മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് ഇസ് ഈക്വൽ ടു NDP ഫാക്ടർ പ്രൈസ് പ്ലസ് NFIA ഇസ് ഈക്വൽ ടു NNP ഫാക്ടർ പ്രൈസ്. ഈ രണ്ട് ഇക്വേഷൻസും കൃത്യമായിട്ട് നോക്കാം. അടുത്തത് GVA കമ്പോള വിലയിൽ, അത് GDP കമ്പോള, അത് അത്ര നോക്കിയില്ലെങ്കിലും സാരമില്ല, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇത്രയുമാണ്. അപ്പൊ ഇത് ഇത്രയും ടേബിൾ നോക്കി കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം, തെറ്റിക്കരുത്. ഇനി വരുന്ന എക്സാമിന് വേറെ രീതിയിലായിരിക്കാം ചോദിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സോ ഓപ്ഷൻ സി ആണ്. അടുത്തത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത്? എല്ലാവർക്കും അറിയാം ഏതാണ്. 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അഞ്ചാമത്തെ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ട്, 5ാം പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ട് നമുക്കറിയാം 1974 അല്ലെ, 74 മുതൽ 78 വരെ ആയിരുന്നു ഞാൻ പെൻ എടുത്തില്ല, 78 വരെ ആയിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതികൾ. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമാണ് ഇത് ഊന്നൽ നൽകിയത്. അത് ഗരീബി ഘടാവോ എന്നുള്ളത് ആ സമയത്ത് മുദ്രാവാക്യമായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടിട്ടായിരുന്നു. 1975 വൈദ്യുതി വിതരണ നിയമം ഭേദഗതി ചെയ്യുകയും വൈദ്യുതി ഉൽപാദനത്തിലും പ്രക്ഷേപണത്തിലും പ്രവേശിക്കാൻ കേന്ദ്ര സർക്കാരിനെ ഇത് പ്രാപ്തമാക്കുകയും ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. 1975 വൈദ്യുതി വിതരണ നിയമം ഭേദഗതി ചെയ്തു. ഏത് സമയത്താ? 5ാം പഞ്ചവത്സര പദ്ധതി സമയത്ത്. ഇത് വൈദ്യുതി ഉൽപാദനത്തിലും പ്രക്ഷേപണത്തിലും പ്രവേശിക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രാപ്തമാക്കി. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം നിലവിൽ വന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഈ പദ്ധതിയുടെ ആദ്യ വർഷത്തിൽ അവതരിപ്പിച്ച മിനിമം നീഡ് പ്രോഗ്രാം അടിസ്ഥാന മിനിമം ആവശ്യങ്ങൾ ലഭ്യമാക്കാനായിട്ട് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. DP ധർ ആണ് ഈ ഒരു MNP തയ്യാറാക്കിയത്. 4.4 ആയിരുന്നു ലക്ഷ്യത്തിന്റെ ഒരു വളർച്ചാ നിരക്ക്. 4.8 നേടി, അതായത് കൂടുതൽ നേടുകയും 1978 പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മൊറാർജി ദേശായ് സർക്കാർ ഈ പദ്ധതി നിരസിക്കുകയും ചെയ്തു. 5ാം പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ട് ഇത്രയുമാണ് നമുക്ക് ഓർക്കാനുള്ളത്. ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു മിനിമം നീഡ്സ് പ്രോഗ്രാം ഓർക്കുക. അതുപോലെ ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം വന്നു. 75 വൈദ്യുതി വിതരണ നിയമം ഭേദഗതി ചെയ്തു. ഇത്രയും നോക്കി വെച്ചേക്കാം. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന 1ാം പഞ്ചവത്സര പദ്ധതിയിൽ എന്തിനാണ് ഊന്നൽ കൊടുത്തത്? അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഒരുപാട് വട്ടം ചോദിച്ചു കാണാറുള്ളത്, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് വട്ടം ചോദിച്ചു കാണാറുള്ളത് ഈ 11ഉം 12ഉം ആണ്. ഇതിനകത്ത് 12 എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇപ്പൊ സ്ഥിരമായിട്ട്. വേഗതയുള്ളതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നുണ്ട്. 12ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. വേഗതയുള്ളതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച എന്നതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട പ്രമേയം. 2012 തൊട്ട് 17 വരെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ശക്തിപ്പെടുത്തുന്നതിനും എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി വിതരണം ചെയ്യുന്നതിനും പദ്ധതി ലക്ഷ്യമിട്ടിട്ടുണ്ട്. 12 ആണ്. സ്കൂളിലെ പ്രവേശനത്തിലെ ലിംഗഭേദവും സാമൂഹികമായ വിടവില്ലാതാക്കാനും ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്താനും ഒക്കെ ഇത് ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, 9 ആയിരുന്നു വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടിരുന്നത്. 8% വളർച്ചാ നിരക്ക് അംഗീകരിച്ചിട്ടുണ്ട് 2012 ദേശീയ വികസന കൗൺസിൽ. അപ്പൊ 11 കൂടെ പറയാം. 11ന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രവേശനം വർദ്ധിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രവേശനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തില് 11ാം പദ്ധതി പ്രാധാന്യമർഹിക്കുകയും വിദൂര വിദ്യാഭ്യാസത്തിലും IT സ്ഥാപനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഓക്കെ, അതുപോലെ ദ്രുതഗതിയിലുള്ളതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള വളർച്ചയാണ് പ്രധാന ലക്ഷ്യം. അപ്പൊ നമ്മൾ പറഞ്ഞു വേഗതയുള്ളതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരമായ വളർച്ച. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രമേയമായിട്ട് വന്നത് 12th പ്ലാനും ദ്രുതഗതിയിലുള്ളതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് 11th പ്ലാനിലുമാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ട് അത്ര ഒന്ന് നോക്കി വെച്ചേക്കാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. നെക്സ്റ്റ് ഒരെണ്ണം നമ്മൾ നീതി ആയോഗിനെ പറ്റിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ട് ഈ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. നീതി ആയോഗിന്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നീതി ആയോഗിനെ പറ്റിയിട്ട് ഇപ്പൊ അറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ നമ്മൾ റെയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ചെയർമാൻ ആണ്. പ്ലാനിംഗ് കമ്മീഷൻ പോലെ നീതി ആയോഗിനും സ്ഥിരമായ 5 വർഷ കാലാവധിയുണ്ട്. നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. ഇതൊരു സ്വയംഭരണ ഭരണഘടനാ സ്ഥാപനമാണ്. ഇത്രയുമാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം
ഇതും ശരിയാണ്, 1 ശരിയാണ്, 3 ശരിയാണ്. ഇത് രണ്ടും തെറ്റാണ്. കാരണം എന്താ, നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ അതിനെ പറ്റിയിട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ഈ 2025 ജനുവരി 1 എന്ന് പറയുന്നത് 10 വർഷം ആ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ 10 വർഷം സെലിബ്രേറ്റ് ആയിട്ട് 2015 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇത് 10ാം വർഷമായിരുന്നു. ഓക്കെ, അപ്പൊ നീതി ആയോഗ് ഒരു അഡ്വൈസറി ബോഡിയാണ്. ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. ഇറ്റ് ഈസ് നെയ്തർ എ കോൺസ്റ്റിറ്റ്യൂഷൻ നോർ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? അല്ല. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? അല്ല. ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കുക, എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ്. അഡോപ്ഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ദി SDGs ഇൻ ദ കൺട്രി. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് മോണിറ്റർ ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്യുക, രാജ്യത്തെ വളർത്തിക്കൊണ്ടു പോവുക. സസ്റ്റൈനബിൾ ഡെവലപ്പ്, സുസ്ഥിര വളർച്ചയാണ് ലക്ഷ്യമിടുന്നത്. അതുപോലെ യൂണിയൻ ടെറിട്ടറീസും സ്റ്റേറ്റുകളും നമ്മുടെ കേന്ദ്രവുമായിട്ട് ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം വളർത്തിയെടുക്കുക. ഒരു മത്സര ബുദ്ധി എന്നാൽ ഒന്നാണെന്നുള്ള ഒരു ചിന്ത അത് വളർത്തിയെടുക്കുക. പ്രധാനപ്പെട്ട കോമ്പോസിഷൻസ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, എല്ലാവർക്കും അറിയാം. പ്രൈം മിനിസ്റ്റർ ആണ് ചെയർപേഴ്സൺ. ഗവേണിംഗ് കൗൺസിലിനകത്ത് ആരൊക്കെയാ ഉള്ളത്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് മിനിസ്റ്ററും, യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ലെജിസ്ലേച്ചർ, ലഫ്റ്റനന്റ് ഗവർണേഴ്സ്, യൂണിയൻ ടെറിട്ടറീസ് ലഫ്റ്റനന്റ് ഗവർണേഴ്സും. ഇനി എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ടുള്ളത് മാക്സിമം 4 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം ഓഫ് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നോമിനേറ്റഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന 4 യൂണിയൻ കൗൺസിൽ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഫുൾ ടൈം മെമ്പേഴ്സ് എന്ന് പറയുന്നത് നീതി ആയോഗം, ഇത് ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്. അതിന്റെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും. അതിനകത്ത് എക്സ്പേർട്ടുകൾ, സ്പെഷ്യലിസ്റ്റുകൾ, അങ്ങനെയുള്ള കുറെ പേരെ പ്രൈം മിനിസ്റ്ററിന് നോമിനേറ്റ് ചെയ്യുന്നത് വഴി സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും. അതത്രയാണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ ഓർത്ത് വെക്കുക, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഒരു ഫിക്സഡ് ടെനർ ഉണ്ടായിരിക്കും. സെക്രട്ടറി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി റാങ്കിലുള്ള ഒരാളെ ആയിരിക്കും CEO ആക്കി മാറ്റുന്നത്. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഫോർമുലേഷൻ ഓഫ് ക്രെഡിബിൾ പ്ലാൻസ് അറ്റ് വില്ലേജ് ലെവൽ ആൻഡ് സ്പെഷ്യൽ അറ്റൻഷൻ ടു വീക്കർ സെക്ഷൻ അറ്റ് റിസ്ക് ഓഫ് നോട്ട് ബെനിഫിറ്റിംഗ് അഡ്വക്കേറ്റ്ലി ഫ്രം ദി എക്കണോമിക് പ്രോഗ്രസ്. പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് വില്ലേജ് ലെവലിലും അതുപോലെ വീക്കർ സെക്ഷൻസിലും അറ്റൻഷൻ കൊടുക്കണം. എക്കണോമിക് പ്രോഗ്രസ് ഇല്ലാത്തവർക്ക് അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. നാഷണൽ സെക്യൂരിറ്റി ഇൻകോപ്പറേഷൻ ആണ്, നാഷണൽ സെക്യൂരിറ്റി ഇൻട്രസ്റ്റിന്റെ ഇൻകോപ്പറേഷൻ ആണ്. അതുപോലെ പ്ലാറ്റ്ഫോം ഫോർ റെസൊല്യൂഷൻ ഓഫ് ഇന്റർ സെക്ടറൽ ആൻഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്. അതിനെ പറ്റിയിട്ട് നേരത്തെ ഇന്റർ സെക്ടറും ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസിന് വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. ഓക്കെ, മറ്റ് ഫീച്ചേഴ്സ് ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. Other features, it is supported by the attached and autonomous bodies of development monitoring and evaluation organization, Atal Innovation Mission and National Institute of Labour Economic Research and Development. ഇതെല്ലാം ഇതിനകത്തുള്ള ഓട്ടോണോമസ് ബോഡീസ് ആണ്. Its activities can be broadly divided into policy and program framework, cooperative federalism, monitoring evaluation, think tank, knowledge and innovation hub. പല രീതിയിലുണ്ട്. ഇതിനകത്ത് പ്രത്യേകമായിട്ട് ഓർത്ത് വെച്ചേക്കുക, ടീം ഇന്ത്യ ഹബ്ബ് എന്ന് പറഞ്ഞ 2 ഹബ്ബുകളുണ്ട് നീതി ആയോഗിന്. ടീം ഇന്ത്യ ഹബ്ബും നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബും. ഈ ടീം ഇന്ത്യ ഹബ്ബ് എന്ന് പറയുമ്പോൾ ഇറ്റ് ലീഡ് ടു ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് വിത്ത് സെൻട്രൽ ഗവൺമെന്റ്. ഇന്ത്യൻ സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആണ് ടീം ഇന്ത്യ ഉദ്ദേശിക്കുന്നതെങ്കിൽ നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബിന്റെ ഉദ്ദേശം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ തിങ്ക് ടാങ്ക് കേപ്പബിലിറ്റീസ് ആണ്. ഓക്കെ, അത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറെ ചോദ്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ്. നീതി ആയോഗിന്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന്, ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് നാഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടു പ്രൊവൈഡ് എ ഫ്രെയിംവർക്ക് നാഷണൽ അജണ്ട. 2, to promote cooperative federalism through well-ordered support initiative and mechanism with the state on an uninterrupted basis. ഞാൻ വായിച്ചങ്ങ് പോവാണേ. ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. To construct a method to formulate a reliable strategy at the village level and aggregate these gradually at a higher level of government. An economic policy that incorporates national security interest. To pay special consideration to the section of the society that may be at risk of not profiting satisfactorily from economic progress. 6, to propose strategic and long-term policy and program frameworks and initiative and review their progress and their effectiveness. To grant advice and encourage partnership between important stakeholders and national and international think tanks as well as educational and policy research institutions. 8, to generate knowledge, innovation and entrepreneurial
സപ്പോർട്ട് വായിക്കാതെ വരുന്നില്ല. സപ്പോർട്ട് സിസ്റ്റം ത്രൂ എ ഷെയർഡ് കമ്മ്യൂണിറ്റി ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എക്സ്പെർട്ട്. 9. To provide a platform for resolution of intersectoral and interdepartmental issues to speed up the accomplishment of the progressive agenda. 10. To preserve a state-of-the-art resource center, be a repository of research on good governance and best practices in sustainable and equitable development, as well as help their distribution to participants. 11. To effectively screen and assess the implementation of programs and initiatives, including the identification of the needed resources to strengthen the likelihood of success. 12. To pay attention to the technologies improvement and capacity building for the discharge of programs and initiatives. 13. To undertake other necessary activities to the implementation of the national development agenda and the objective. അങ്ങനെ 13 തരത്തിലുള്ള 13 ഒബ്ജക്റ്റീവ്സ് ആണ്. ഇത് PYQ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസിനകത്ത് ഇതിനകത്ത് ഏതാണ് ഉള്ളത് ഏതാണ് അല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് വായിച്ചു മനസ്സിലാക്കാനായിട്ടുള്ള സമയം ഇല്ല. അതുകൊണ്ട് പറയാണ്, നീതി ആയോഗ് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാം. ഉറപ്പായിട്ട് ഒരു ചോദ്യം അവിടെ നിന്ന് വരും. ഇനി വരാൻ പോകുന്ന ചോദ്യം അതൊക്കെ ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇതറിയില്ല, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.